ഇന്ന് എന്താ സ്പെഷ്യൽ എന്നല്ലേ? ഇന്ന് കരിങ്ങാച്ചിരി പള്ളിയിൽ തമുക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ പോയിട്ട് തമുക്ക് ഉണ്ടാക്കാൻ പോവാം. വീട്ടിലേക്ക് പോണതിന് മുമ്പ് ഷേവൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായി. അപ്പോൾ അവളെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ഹോം. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ചിപ്പിക്ക് കടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു അവലോസുണ്ടയും കൊടുത്ത് ഞങ്ങൾ പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മമ്മി ഓൾറെഡി അരിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പം എനിക്ക് തന്ന ടാസ്ക് ശർക്കരപ്പാനിയും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. അപ്പുറത്ത് അവരിരുന്ന് പഴം പൊളിച്ചിടാൻ തുടങ്ങി, ഒരാളിരുന്ന് തേങ്ങ ചിരണ്ടാനും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും ഓരോരോ പണികളായിട്ട് അങ്ങനെ ഇരുന്നു. ശർക്കരപ്പാനി ആവാനായിട്ട് കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ട്. ഞാനും പൊടിച്ചിടാനായിട്ട് കൂടി. അപ്പോഴത്തേക്കും അപ്പ വന്ന് ഇതൊക്കെ അരിഞ്ഞിടാനും തുടങ്ങി. നമ്മൾ അറൗണ്ട് 140+ പഴമാണ് നമ്മൾ എടുത്തത്. അത് മൊത്തം നമ്മൾ പൊടിച്ച് അരിഞ്ഞ് എടുത്താണ് ചെയ്യുന്നത്. സൈഡിൽ കൂടെ നമ്മുടെ ജാനുവിൻ്റെ ക്ലീനിങ് വർക്കായിട്ട് നടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പഴം പൊളിച്ചിടാനായിട്ട് വന്നു. അപ്പോഴത്തേക്കും ഞാൻ പിന്നെയും എൻ്റെ ശർക്കരപ്പാനിയുടെ അങ്ങോട്ട് പോയി. അവിടെ ശർക്കരപ്പാനിക്കകത്ത് നമ്മൾ തേങ്ങ ആഡ് ചെയ്തു. പിന്നെ സൈഡിൽ ഏലക്കയും ജീരകവും പൊടിച്ചുകൊണ്ടിരിക്കണം, അതും കൂടി ആഡ് ചെയ്യും നമ്മൾ. അങ്ങനെ പഴമൊക്കെ അരിഞ്ഞ് തീർത്ത് ശർക്കരപ്പാനിയിലോട്ട് നമ്മൾ ആഡ് ചെയ്തു. ആ ശർക്കര, തേങ്ങ, പൊടിച്ച് വെച്ച ഏലക്ക, ജീരകം ആ മിക്സിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് ഫുൾ നല്ലപോലെ മിക്സ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇതിലോട്ട് വറുത്ത് പൊടിച്ച അരിപ്പൊടി ചേർക്കുക എന്നാണ്. ഇളക്കുന്ന ടാസ്ക് മൊത്തം അപ്പയ്ക്കും ഈ അരിപ്പൊടി വിതരണ ടാസ്ക് എനിക്കുമാണ്. ആസ് യൂഷ്വൽ ഞാനത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഫൈനലി ദിസ് ഇസ് തമുക്ക്. ഇത് നമ്മൾ പള്ളിയിലോട്ട് നേർച്ചയായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യണത് പള്ളിയിലേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു സ്പൂൺ വെച്ച് മാറ്റി വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ കഴിക്കുകയുള്ളൂ. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റെഡിയായി പള്ളിയിലോട്ട് ഇറങ്ങി. പള്ളിയിൽ പോയിട്ട് നേർച്ച കൊടുത്തു, പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്, അവിടെ പോയി ഒരു ബജി കഴിക്കണം. ഇറ്റ്സ് റിച്വൽ. പള്ളി പെരുന്നാളിൽ പോയി കഴിഞ്ഞാൽ ബജി കഴിക്കണം. അപ്പം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ അങ്ങോട്ട് ഇറങ്ങി ചുറ്റിക്കറങ്ങി നടന്നു, ഒരു ബജിയൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.